നമസ്കാരം, എൻ്റെ ഫിലിപ്പമ്പാടാണ്. അപ്പോൾ നമ്മളെ എടപ്പാളിൽ ഒരു പ്രോഗ്രാമിന് വരുന്ന വഴിക്കാണ് നല്ല ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. ഒരു ചെറുപ്പക്കാരനാണ്. ബാക്കി പറയാം ആരാന്ന്. വീഡിയോ അങ്ങ് മുഴുവൻ കാണണേ. ഇപ്പം നമ്മളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് ലഹരി എന്ന് പറയുന്ന മഹാദുരന്തത്തിനെയാണ് നമ്മളിപ്പോൾ വല്ലാതെ നമ്മൾ ആശങ്കപ്പെടുത്തുന്നത്. ലഹരി എന്ന് പറയുന്ന ദുരന്തം ആർക്കും എപ്പോഴും എങ്ങനെ സംഭവിക്കാം. അത് പക്ഷേ അത് ഉപയോഗിക്കുന്നവർ അയൽവാസി, നാട്ടിൽ, സ്വന്തത്തിൽ, ബന്ധത്തിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളവരെ പരിഹസിക്കരുത്. ആദ്യ അപേക്ഷയാണ്. കാരണം ലഹരി എന്ന് പറയുന്ന ദുരന്തം ക്ഷണിക്കാതെ നമ്മുടെ വീടിൻ്റെ പടി കടന്നു വരും. കാരണം അത്രമേൽ ഒരു ചുണ്ടിനും ചായക്കപ്പിനും ഇടയ്ക്കാണ് ലഹരി എന്ന് പറയുന്ന ദുരന്തം ഇന്ന് നിലകൊള്ളുന്നത്. ഏതൊരു പേജുകൾ പരിശോധിച്ചാലും ലഹരിയുടെ ഒരു വാർത്തയില്ലാത്ത ദിവസം ഇന്നുണ്ടോ? നിറഞ്ഞു നിൽക്കുകയാണ്. അതേപോലെ നവമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം ലഹരിയുടെ ഡിക്റ്റേഷനും കൺവെൻഷനെ കുറിച്ചുമൊക്കെ ഇപ്പം നമ്മുടെ ഈ ദൈവത്തിൻ്റെ നാട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പം കൊറിയറിലത്തൊക്കെ വരുന്ന ഈ പറയുന്ന ലഹരികളെല്ലാം ഇന്ന് നാട്ടിൽ വല്ലാതെ ആശങ്കപ്പെടുത്തുകയാണ്. ഏതൊരു മകനും ഉള്ളൊരു വീട്ടിലൊരമ്മയ്ക്ക്, ഒരച്ഛന് വലിയ ആശങ്കയാണ്. എൻ്റെ മകൻ വൈകി എഴുന്നേറ്റാൽ, ഉറങ്ങാതിരുന്നാൽ, അതേപോലെ ദൈനംദിന പ്രവൃത്തികളൊക്കെ മാറിയാൽ ഇവരൊക്കെ ആശങ്കപ്പെടുന്നുണ്ട്. നോക്ക്, നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മളെയൊക്കെ എനിക്ക് കഴിയും എന്ന് നമ്മളെയൊക്കെ മനസ്സിലാക്കിയ ഒരു ചെറുപ്പക്കാരനുണ്ട് വളാഞ്ചേരി പട്ടണത്തിനകത്ത്, നിസാം എന്ന് പറയുന്നത്. 2-3 മാസങ്ങൾക്ക് മുമ്പ് ഈ ചെറുപ്പക്കാരൻ ഒരു സ്വകാര്യ ചാനലിനകത്ത്, പ്രശസ്തമായ ഒരു TV ചാനലിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ ഞാൻ സൗഹൃദം ശ്രവിച്ചൊരു വ്യക്തിയാണ്. എന്നെ അത്ഭുതപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ആ ഒരു തുറന്നു പറച്ചിൽ. അത് സമൂഹത്തിൽ വലിയൊരു മാറ്റത്തിന് ഇടം നൽകി. കുറേ പേരെയൊക്കെ അസ്വസ്ഥപ്പെടുത്തിയെങ്കിലും ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന വഴികൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഏതൊരു ചെറുപ്പക്കാരിലും എനിക്കെന്തുകൊണ്ട് സാധിക്കില്ല എന്നുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ട്. എന്നോട് തന്നെ ഒരുപാട് പേര് കമൻറ്റ് പറഞ്ഞു, നിസാമിന് നമ്പർ കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് നിസാമിനെ ഞങ്ങൾ വരുന്ന വഴിക്ക് നിസാമിനെ കൂടെ കൂട്ടിയിട്ടുണ്ട്. നിസാമേ നമസ്കാരമുണ്ട്. ഹായ് പറഞ്ഞു. നമസ്കാരം. ഇതാണ് നിസാം. ഈ കണ്ട ഈ ഭംഗിയൊന്നും 2 മാസങ്ങൾക്കൊന്നും നിസാമിനില്ലായിരുന്നു ഇല്ലടാ. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ പറയാൻ പറ്റില്ല. നിസാം പറയണം. പഠിച്ചതൊക്കെ IRHSലായിരുന്നു അല്ലേ? IRHSലാണ് നിസാം. പൂക്കാട്ടിൽ പഠിച്ചു. ഇരുമ്പളിയം സ്കൂളിൽ +2 വിദ്യാഭ്യാസം. അത് കഴിഞ്ഞിട്ട് മജ്ലിസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ഡിഗ്രി എടുത്ത ചെറുപ്പക്കാരൻ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നിസാം എങ്ങനെ ജീവിതം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒന്ന് ചുരുക്കി നമുക്ക് പറയാം. പിന്നെ ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല എൻജോയ് ചെയ്ത് അടിപൊളിയായി പോകുന്നൊരു ടൈമിൽ നിന്ന് പിന്നെ അതിന് തെന്നി മാറിയിട്ടാണ് ഞാൻ ഈ ലഹരി എന്ന MDMA എന്ന വലിയ രാസലഹരിയിലേക്ക് ഞാൻ കടന്നു പോയത്. പിന്നെ അവിടുന്ന് കണ്ട് ഞാൻ എൻജോയ് ചെയ്ത് MDMA പറഞ്ഞ ഫസ്റ്റ് ഒരു എൻജോയ് ഘട്ടം ഉണ്ടായിരുന്നു. എൻജോയ് ചെയ്ത് പിന്നെ ഞാൻ അതിൽ നിന്ന് എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നൊരു സൈഡിലേക്ക് അങ്ങനെ ജീവിതം മൊത്തത്തിൽ നഷ്ടപ്പെട്ട് കൈവിട്ട് പോയിരുന്നു. പിന്നെ എനിക്ക് അതിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ളൊരു തോന്നലിൽ ഞാൻ തിരിച്ചു വന്ന് ചോദിച്ചോട്ടെ സാമേ, വീട്ടിൽ ഈ പലരും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, വീട്ടിനകത്ത്, അതായത് വീട്ടിൽ ഇതുമൂലം വീട്ടിൽ സങ്കടങ്ങളും വേദനകളും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. വീട്ടിൽ ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ ഞാൻ എപ്പോഴേ വരലുള്ളൂ. ഞാൻ അധികം പുറത്തുണ്ടാവില്ല. വീട്ടിൽ ഞാൻ ഈ സാധനം ഉണ്ടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറന്ന് നടക്കുകയായിരുന്നു. ഈ സാധനം കയ്യിൽ വെച്ചിട്ട് ഞാൻ ഉപയോഗിച്ച് നടക്കുകയും വീട്ടിൽ വരുമ്പോൾ ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഞാൻ അത്രയും വയലന്റ് ആയിരുന്നു. വീട്ടിൽ ഉമ്മ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കത് പറ്റില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നടക്കണം. വാശി അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അവർക്ക് ഞാൻ വരുമ്പോ സത്യം പറഞ്ഞാൽ അവർക്ക് വിഷമാണ്. അവർക്ക് വരണം എന്ന് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷെ ഞാൻ വരുമ്പോ അവർക്ക് ചെറിയ ഉള്ളിൽ ഭയമുണ്ട്. കാരണം ഞാൻ പലതും ഞാൻ എന്താ ചെയ്ത് കൂട്ടണമെന്ന് എനിക്ക് തന്നെ അറിയാത്ത രീതിയിലായിരുന്നു. അങ്ങനെ പലതും ചെയ്ത് കൂട്ടും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം നമുക്ക് ഒരു ഉമ്മ ഇവിടെ താമരശ്ശേരി കൊന്നില്ല ഒരു മകൻ. അതേപോലെ തന്നെ ഇങ്ങനെ 1-2 65ഓളം കേസുകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇവരെല്ലാം MD ഉപയോഗിക്കുന്നവരാണെന്നും പറഞ്ഞിട്ടുണ്ട്. ചിലതൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ ചെയ്യാൻ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇങ്ങനെ വരും എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതെന്താന്ന് വെച്ചാല് നമുക്ക് ഈ സാധനം ഉപയോഗിച്ച് നമ്മൾ അത്ര ശരീരത്തിൽ കെമിക്കൽ കയറി കഴിഞ്ഞാലും നമുക്ക് ആരും വിഷയമല്ല. നമുക്ക് പോലീസ് ആയിക്കോട്ടെ, എക്സൈസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഓരോ ന്യൂസ് കാണുമ്പോഴും ഈ പോലീസുകാർ തട്ടിക്കയറുന്ന പ്രശ്നങ്ങളൊക്കെ ഒരാൾക്കും പോലീസ് അല്ല ആരും വിഷയമല്ല. നമ്മൾ ആര് പറഞ്ഞതും കേൾക്കൂല. നമുക്കൊരാര് നേരിട്ട് വന്നാലും നമുക്കത് ഉൾക്കൊള്ളും. നമ്മൾ എതിരെ നിൽക്കും. അതാണ് ഇതിൻ്റെത്. ഞാൻ ആ ടൈമിൽ നടക്കുമ്പോൾ എൻ്റെ അരയിൽ ഒരു കത്തി വെച്ചിട്ട് നടക്കാൻ നടന്നു. എനിക്കെതിരെ വരുന്ന പോലെ ഞാൻ അപ്പൊ എനിക്ക് അവിടുന്ന് രക്ഷപ്പെടാനുള്ള അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അന്ന്. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞ ഇതിന് ഇറങ്ങുമ്പോഴാണ് ഞാൻ ചിന്തിച്ചു കൂട്ടി എന്തൊക്കെ ഞാൻ ചെയ്തിരുന്നു.
ഞാൻ നോർമലായിട്ട് ചെയ്തതല്ലല്ലോ ഇതൊന്നും. അതാണ് ഇപ്പൊ നമ്മളെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒരാൾ നോർമൽ അല്ല, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടും മൂന്നായിട്ട് തോന്നും. നമുക്ക് ഭയങ്കര ശക്തി വന്ന മാതിരി. അപ്പൊ നമ്മൾ എന്തും ചെയ്യും. നമ്മളെ ആരും നമുക്ക് വീട്ടുകാരായാലും അതാണ് നമ്മളെ വീട്ടുകാരോടും ഉമ്മാനോടും ഉപ്പാനോടൊക്കെ നമ്മൾ തെറികൾ പറയുന്നതും അനാവശ്യം പറയുന്നതും തല്ലാൻ പോണതും ഇതൊക്കെ അതുകൊണ്ടാണ്. ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടല്ലേ? ഞാൻ അതിനൊരു കാര്യം ചോദിച്ചോട്ടെ. അതായത് നിസാമിന്റെ ജീവിതത്തിനകത്തെ അന്നും ഇന്നും, അപ്പം അന്ന് ആരും പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, ആളുകളൊന്നും സ്നേഹിക്കുന്നില്ല, കൂട്ടങ്ങളൊക്കെ പോയി, ഫ്രണ്ട്സ് പോയി, നാട്ടിൽ ബന്ധമില്ല, ഇങ്ങനെ ഒരു എന്താ ലക്ഷ്യം നടന്നപ്പോൾ ഇന്ന് കിട്ടുന്ന സ്വീകാര്യത എങ്ങനെയുണ്ട്? കിട്ടുന്നത് ഇന്ന് കിട്ടുന്ന സ്വീകാരം എന്ന് പറഞ്ഞാൽ പണ്ട് എനിക്ക് കിട്ടിയതിനും കൂടുതലായിട്ട് അത്ര ആൾക്കാർ കണ്ടില്ല. അവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മളോട് ഒന്ന് സംസാരിക്കണം, നിസാം എന്താ സുഖല്ലേ എന്നൊക്കെ ചോദിക്കണം. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിൽ സന്തോഷം. അതിന്റെ ആ ഉപയോഗിച്ച ടൈമിൽ ഒരാൾ എന്നെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നില്ല. ഇപ്പൊ കുറച്ച് മുന്നേ ഞാനിപ്പോ അങ്ങാടിയിൽ ഇരിക്കുമ്പോൾ ഇപ്പൊ ഞാനൊരു ചെറിയൊരു ബിസിനസ് തുടങ്ങിയല്ലോ. അന്ന് ആൾക്കാരൊക്കെ ഇന്നെ അപ്പോഴാണ് ഒരുപാട് ആൾക്കാർ അടുത്ത് വരുന്നത്, സംസാരിക്കണം. അവരൊക്കെ അപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും കാലം എന്നോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് പേടിയായിരുന്നു. എന്നോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരിച്ച് എങ്ങനെ പെരുമാറുന്നത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ പക്കയായി, അടിപൊളിയായി. ഞങ്ങൾക്ക് എല്ലാവർക്കും നാട്ടിലൊക്കെ അത്യാവശ്യം എനിക്ക് സപ്പോർട്ടായിട്ട് കാര്യങ്ങളായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇതിലാണ് ഇപ്പോൾ പോണത്. എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. ഇപ്പോൾ ഓരോ പരിപാടികൾക്ക് വിളിക്കുന്ന നാട്ടിൽ ഓരോ ഇപ്പൊ ഇന്നൊരു ലഹരിന്റെ നാട്ടിൽ മാലിന്യ കമ്മിറ്റിയിൽ ഉണ്ട്, അതിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ കാര്യങ്ങൾ നാട്ടിൽ ലഹരിന്റെ എതിരായിട്ട് കാര്യങ്ങൾ നടത്താനൊക്കെ കണ്ടോ. ഇപ്പോൾ നിസാം നല്ല തിരക്കുള്ള മനുഷ്യനാണ്. ഞാനൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനകത്ത്, ആർക്കെങ്കിലും നമ്മുടെ നാട്ടിലെ സ്വന്തത്തിലെ ബന്ധത്തിലൊക്കെ ലഹരി എന്ന് പറഞ്ഞ ദുരന്തം അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിസാമിൻ്റെ നമ്പർ ഞാൻ മെൻഷൻ ചെയ്യും. കാരണം ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ ആരുമായിട്ടെ പറയുന്നേക്കാളൊക്കെ ഒരുപാട് ഹൃദയത്തിലേക്ക് നല്ല ചില സാരോപദേശം തരാൻ നിസാമിനെ പോലുള്ള വ്യക്തിക്ക് കഴിയും. കാരണം തൻ്റെ ജീവിതം ഒരു വഴിവിട്ട് പോയിടത്തു നിന്ന് അദ്ദേഹം തിരികെ കയറി വന്നതാണ്. ഒരുപാട് എക്സ്പെരിമെൻറ്റും നിസാമിനുണ്ട്. ഇപ്പം നിസാം സ്വന്തമായിട്ട് ചെറിയ ബിസിനസ്സുകൾ, വത്തക്ക കച്ചവടം, കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യുന്നു. അതിന് മാത്രമല്ല, ഞങ്ങളൊരു പരിപാടി ഞങ്ങൾ പങ്കെടുത്തപ്പം വേദിയിൽ നിസാമിന് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് വേദി മുഴുവൻ നിസാമിന് വേണ്ടി ഇങ്ങനെ ഞാൻ വരെ കാതോർത്തിരുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ആ പറഞ്ഞ എക്സ്പീരിയൻസ് മുഴുവൻ നാഷണൽ ഡ്രഗ് കൺട്രോൾ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാൻ. കാരണം എനിക്കറിയാം ആഫ്റ്റർ ഡെഗലിയുടെ യൂസേജിന് ശേഷം ഉണ്ടാകുന്ന ശരീരത്തുണ്ടാകുന്ന സ്വഭാവ പെരുമാറ്റ രീതികളെല്ലാം നിസാം പറഞ്ഞ് അച്ചിട്ടതാണ്. കാരണം പറയുമ്പോൾ നിസാമിൻ്റെ മുഖത്ത് വന്ന ആ കാലത്തെ ജീവിതമാണ് നിസാം തുറന്നു കാണിച്ചത്. അതുകൊണ്ട് എൻ്റെ റിക്വസ്റ്റാണ്, നിങ്ങൾക്കറിയുന്ന നാട്ടിൽ എവിടെയെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിസാമിൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് പറ്റുമെങ്കിൽ വളാഞ്ചേരിയിൽ കാണണം എന്നൊക്കെ പറഞ്ഞ് നിസാമിനെ വന്ന് കണ്ട നിസാമിൻ്റെ കൂടെ ഒരു മണിക്കൂർ ഒരുപക്ഷെ ആ ചെറുപ്പക്കാരന് ചെലവഴിക്കാൻ പറ്റിയാൽ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന നല്ല കരങ്ങളാണ്. മാത്രമല്ല നിസാമിൻ്റെ സംസാര രീതികളൊക്കെ ഒരു ബിരുദധാരി കൂടിയാണ്. കാരണം തൻ്റെ ജീവിതമൊക്കെ ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് നിസാം ഇപ്പം നാട്ടുമ്പുറത്തെല്ലാം ദൂരദേശത്തൊക്കെ എന്നോട് റിയാദിൽ നിന്ന് തന്നെ അവിടുന്ന് ഒരു മലയാളി അസോസിയേഷൻ്റെ ആൾ നിസാമിൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട്. കാരണം പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ ഇവിടെ കൊണ്ടുവരണം, അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞപ്പോൾ വലിയ അഭിമാനം തോന്നുന്നതാണ്. തീർച്ചയായിട്ടും ഇനിയും നിസാമിന് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഒരുപാട് ചെറുപ്പക്കാരെ ഈ ലഹരിയുടെ ദുരന്തത്തെക്കുറിച്ച് പറയാൻ ജീവിച്ചിരിക്കുന്ന ഒരു പെരുമാറ്റത്തിൽ നിന്ന് തിരികെ വന്ന നിസാമിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ അപ്പം എന്താ പറയുക, ഒരു അത്ഭുതത്തോടെ കേട്ടിരിക്കുകയാണ്. അപ്പം നിസാമേ, സത്യത്തിൽ ഞാൻ പോലീസുകാരനായിട്ടോട് പറയല്ലേ, പോലീസിനോട് ശരിക്കും ഈ ആ സമയങ്ങളിലൊക്കെ പോലീസ് ഉപദ്രവിച്ചിട്ടുണ്ടോ? പോലീസ് ഞാൻ എന്തിനാ ചോദ്യം ചോദിച്ചതെന്നറിയാമോ? അത് പറയാൻ കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ പോലീസിനോട് അന്നും ഇന്നും തോന്നുന്ന ഒരു മനോവികാരം എന്താ തോന്നുന്നു, അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു. അന്ന് പോലീസുകാർ നമുക്ക് വിഷയമല്ല. ഒരു വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാ നാട്ടിലൊരാളെ കാണുന്ന പോലെയാണ് പോലീസിനെ കണ്ടിരുന്നത്. പോലീസ് നമ്മളെ ഇന്ന ഒരുപാട് പ്രാവശ്യം പിടിക്കാൻ പിടിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് സാധനം പറഞ്ഞ മാതിരി കിട്ടാൻ ഞാൻ അനുവദിച്ചത് അങ്ങനെ ഇന്നെ പിടിച്ച് അടിച്ചിട്ടുണ്ട് പറഞ്ഞാല് പോലീസ് അറിയാൻ കച്ചവടം എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് കച്ചവടം എന്ന് പറഞ്ഞത് വലിയ കച്ചവടക്കാരനായിട്ടല്ലേ, ഞാൻ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിരുന്നു. അതിൽ നിന്ന് ഞാൻ മുതൽ പൈസ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് കച്ചവടം ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഒപ്പമുള്ളവരെന്നെ പറഞ്ഞു കൊടുത്തിട്ടാണ് എന്നെ പിടിക്കുമ്പോൾ കിട്ടില്ല. പോലീസുകാർ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഞാൻ അവരെ അനാവശ്യം പറഞ്ഞിട്ടുണ്ട്, അവരെന്നെ അനാവശ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഇപ്പൊ കാണാറുണ്ട്, ഇപ്പൊ കാണാറുണ്ട്. ഇപ്പൊ ഭയങ്കര കമ്പനി. ഇപ്പോൾ എനിക്ക് അവരോട് ബഹുമാനമാണ്. കാരണം അവരോട് എനിക്ക് അത്രയും ബഹുമാനമുണ്ട് പോലീസുകാരോട്. കാരണം അവര് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല, എനിക്കൊക്കെ വേണ്ടിയിട്ടാണെന്ന് ഇപ്പൊ എനിക്ക് ചിന്തിക്കുമ്പോ കഴിയുന്നുണ്ട്. സന്തോഷം കേട്ടോ. നോക്കിക്കേ, ആ പോലീസുകാരൊക്കെ കേൾക്കട്ടെ. കാരണം എന്താ വെച്ചാൽ ഇതൊരു വലിയ ഒരു സംഭവം കൂടിയാണ് ഞാൻ പറയണത്. കാരണം എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ അഡ്വക്കേറ്റ് ബീന ജോസഫ് മഞ്ചേരിയുള്ള എനിക്കൊരു മെസ്സേജ് അയച്ചു തന്നു. എന്നിട്ട് ചോദിച്ചു, ഫിലിപ്പെ
ഇതൊന്ന് വായിച്ചിട്ടൊന്ന് എനിക്ക് മറുപടി പറയണമെന്ന് പറഞ്ഞു. അപ്പം ആ മെസ്സേജ് ഇങ്ങനെയാണ്: താനൂരിലെ ഒരു സംഭവത്തെക്കുറിച്ച് എൻ്റെ ഒരു സഹപ്രവർത്തകൻ പോലീസുകാരൻ എഴുതിയതാണ്. അവിടെ ഉണ്ടായ ഒരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ 6 പോലീസുകാർ ജയിലിൽ കിടക്കുകയാണ്. 6 പേരുടെ കുടുംബ പശ്ചാത്തലവും, ഒരാളും അതിനകത്ത് മദ്യപിക്കുന്നോ കുടിക്കുന്നോ ഒന്നും അതിനകത്തില്ല. അപ്പോൾ 6 പേരും താനൂർ ഈ പറയുന്ന കസ്റ്റഡി മരണം എന്ന് ആരോപിക്കപ്പെടുന്നതിനകത്ത് പെട്ടുപോയതാണ്. ഈ സംഭവം നിലനിന്ന് ഈ ദൈവം സമീപസ്ഥനാണല്ലോ. കാലം കുറേ കഴിഞ്ഞപ്പോഴേക്കും ഈ നാട്ടിലെ ലഹരി കാര്യങ്ങളെല്ലാം ഇവിടെ വന്നു. അപ്പോഴാണ് ഈ അന്നത്തെ ആ ഒരു സംഭവം, അന്ന് മാധ്യമങ്ങൾ മുഴുവനും സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ റേറ്റിംഗ് കൂട്ടിയതൊക്കെ പങ്ക് മാധ്യമങ്ങൾക്കുണ്ട്. അന്നാണ് ശരിക്കും പറഞ്ഞ താനൂർ ഈ സംഭവത്തെക്കുറിച്ച് ശരിക്കും പോലീസുകാർ 6 പോലീസുകാർ അന്ന് ഒരു പക്ഷേ ആ വ്യക്തി മരിച്ചുപോയി. അദ്ദേഹത്തിന് കാർഡിയോ പ്രോബ്ലമുള്ള വ്യക്തി, ഒരു സർജറി കഴിഞ്ഞ വ്യക്തി കൂടിയാണ്. ആ വ്യക്തി ഇത് മെഴുങ്ങിയിട്ടുണ്ടെന്നും ആ ഫോറൻസിക് റിപ്പോർട്ടിനകത്തൊക്കെ അത് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ ഇവിടെ എടുത്ത് പറയുകയല്ല. പക്ഷേ വ്യക്തി മരിച്ചു. പക്ഷേ പിന്നീടുണ്ടായ സംഭവങ്ങൾ നമ്മൾ ആരും മനസ്സിലാക്കിയില്ല. ആ വ്യക്തി ഒരുപാട് കേസിലെ പ്രതി, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതോടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മുടെയൊക്കെ കൺമുമ്പിൽ ഒരു മനുഷ്യൻ ഇത് മെഴുങ്ങിയിട്ട് ഇപ്പോൾ അടുത്ത് മരിച്ചുപോയി. കാരണം അദ്ദേഹം, ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾ ഇത് മരിക്കും, കാരണം ഇത് രാസലഹരിയാണ്, ഇത് പറയുന്ന മെത്തലിൻ ഡൈസിമെത്താഫെറ്റമിനാണ്, അതിനകത്ത് 29 തന്മാത്രകളാണ്, നിങ്ങൾ ബ്ലഡുമായിട്ട് കലർന്നാൽ മരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഒപ്പിട്ട് തരണമെന്ന്. സർജറിക്ക് സമ്മതിച്ചില്ല. നേരത്തോട് നേരെ നിൽക്കുമ്പോൾ മനുഷ്യൻ മരിച്ചു. അത് ലൈവ് ആയതുകൊണ്ട് പോലീസുകാരുടെ ഒരു സ്പർശനം പോലും അത് ഉണ്ടായിട്ടില്ല, ഒരു വിവാദങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു പത്രമാധ്യമങ്ങളും അതിനെ വലുതാക്കി എഴുതിയിട്ടില്ല. ഇത് ചെന്നാൽ മരിക്കുന്നവർ ആരും പറഞ്ഞിട്ടില്ല. ആലോചിച്ച് നോക്കണം. കാലം തെളിയിച്ച വലിയൊരു തെളിവാണ് ഇത്. ഇന്നും ലഹരി നമ്മളെ മക്കളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച് രാവും പകലും പാലത്തിനടിയിലും യാത്രകളിലും എല്ലാം ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ട് നടന്ന ആ 6 പോലീസുകാർ, അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറം പരിശോധിച്ചാൽ അറിയാം. ഏറ്റവും നല്ല വിദ്യാഭ്യാസവും ബിരുദവുമുള്ള, നല്ല രീതിയിൽ കുടുംബ പശ്ചാത്തലം പുലർത്തുന്ന ആ കുടുംബങ്ങളൊന്നും കിടന്നുറങ്ങിയിട്ടില്ല. ആ വീട്ടിലെ അമ്മമാരും സഹോദരന്മാരും ഭാര്യമാരും ഒക്കെ ഒരുപക്ഷെ അറിയാതെ ചിന്തിച്ചു പോകും, എന്തിന് എന്നൊക്കെ ചോദിച്ചു പോകും അല്ലേ, നമ്മുടെയൊക്കെ മക്കളെ ചേർത്ത് പിടിക്കാൻ, ഈ നാടിനെ സംരക്ഷിക്കാൻ ഇറങ്ങിയ ആ 8ഓളം വരുന്ന, അതിൽ 6ഓളം വരുന്ന കാവലാൾ പടകളാണ് ഒരുപക്ഷെ മാനസികമായി തകർന്ന് തരിപ്പണമായി അവർ ഒരുപക്ഷെ ജയിലറയ്ക്കകത്തേക്ക് എത്തിയ സംവിധാനം പോലും ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ ഇവിടെ എല്ലാമാണ്. അവർക്കൊക്കെ മാനസിക സപ്പോർട്ട് നിങ്ങൾ നൽകണം. ഞാൻ പോലീസിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ട് അവരെ മഹത്വലിക്കിരിക്കുകയല്ല. കാരണം നിസാം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഇന്ന് കിട്ടുന്ന സ്വീകാര്യതയും സ്നേഹവും ഒക്കെ കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നുകയാണ് എനിക്ക്. അദ്ദേഹം പറഞ്ഞുകൊണ്ട് പോലീസിനോട് അന്നൊക്കെ വലിയ പുച്ഛവും വലിയ വിലയും നിലയും എനിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു പറയണേ. ഇന്ന് അവരോടൊക്കെ ബഹുമാനവും സ്നേഹവും, അവരൊക്കെ അങ്ങനെ ചെയ്യണം എന്നാണ് നിസാം പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വളാഞ്ചേരി പട്ടണത്തിൽ നിസാമിനൊപ്പം ഇന്നത്തെ ഈ വീഡിയോ പൊതുസമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. നിസാമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള മെസ്സേജ് നിങ്ങൾ അയക്കണം. അത് നിസാമിനെ ഞാൻ പകർന്നു കൊടുക്കും. മാത്രമല്ല ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താം, നിസാമിനെ നിങ്ങൾ നിങ്ങളുടെ വേദികളും സദസ്സുകളൊക്കെ വിളിക്കണം. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പലരും ഉപയോഗിക്കുന്നവർ കാണണം. നിസാമിൻ്റെ വാക്കുകൾ നാട് ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിസാമിൻ്റെ കൂടെ ഈ വളാഞ്ചേരി പട്ടണത്തിൽ നിന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഫിലിപ്പ് മുമ്പാട് ആൻഡ് സെയ്തു മഞ്ചേരി. സെയ്തുകൊണ്ട് കൂടെ എൻ്റെ പിന്നെ നമ്മൾ അസലുമുണ്ട്, എൻ്റെ ഫ്രണ്ട് അസലുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്നേഹം, സന്തോഷമുണ്ട്. ബൈ. അപ്പോൾ നിസാമിന് ഹായ് പറഞ്ഞേ എല്ലാവരോടും. ഒക്കെ നിങ്ങളെ പ്രാർത്ഥന നിസാമിന് വേണം, കുടുംബത്തിനൊക്കെ വേണം. ഇന്ന് നല്ല രീതിയിൽ കുടുംബം പറ്റുന്ന ഒരാളാണ് നിസാം. ഇപ്പോൾ ബിസിനസ്സാണ്, വത്തക്ക കച്ചവടമൊക്കെ ആയിരുന്നു. അടുത്തൊരു ബിസിനസ്സൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് ഉണ്ട്, നിസാമിനെ കൂടെ കൂട്ടിക്കോ. നല്ലൊരു മനുഷ്യൻ, നോമ്പൊക്കെ ഇരിക്കുകയാണ്. അപ്പം എല്ലാം പറഞ്ഞു, സഹോദരന്മാരവിടെ കാത്തു നിൽക്കുന്നുണ്ട്. കാരണം ഇപ്പം നിസാം തന്നെ പറഞ്ഞെടുത്തൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, പുറത്തു കൊടുക്കുക എല്ലാ നാട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞിങ്ങനെ നിസാം പറഞ്ഞ വാക്കാണ് ആ മനുഷ്യനെ, ഈ ചെറുപ്പക്കാരനെ നിസാമാക്കി മാറ്റുന്നത്. ഫിലിപ്പ് മുമ്പാട്. താങ്ക് യു.